ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ഡേ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇന്നിതാ രാവിലെ ഞങ്ങൾക്ക് ദോശയായിരുന്നു കേട്ടോ. ഇന്ന് കറിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഒന്ന് ദോശയും ചായയും. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് മോളെ കുളിപ്പിച്ചു കേട്ടോ. മോൾക്ക് ഉറക്കാനുള്ള പരിപാടിയിലാട്ടോ. അവള് ഉറക്കാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പാട്ടോ അതൊക്കെ. അപ്പോൾ അവളെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് ക്രീമൊക്കെ തേച്ച് കൊടുത്തിട്ട് അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അവളെ ഉറങ്ങാതെ ഒരു പണിയേ നടക്കൂല. അവളെ ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവളിങ്ങനെ നോക്കാനും എടുക്കാനും തന്നെ സമയം ഉണ്ടാവുള്ളൂ. നമ്മളെ പണിയൊന്നും നീങ്ങൂല്ല. അപ്പോൾ എന്തായാലും അവളെ ഉറക്കിയിട്ടിട്ട് എല്ലാ പണിക്കും നിൽക്കുള്ളൂ. അപ്പോൾ കണ്ണെഴുതണ അങ്കാട്ടോ ഈ കാണണേ. കണ്ണെഴുതാനേ സമ്മതിക്കൂല കേട്ടോ എൻ്റെ മോള്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ വേണം കേട്ടോ കണ്ണെഴുതാൻ വേണ്ടിയിട്ട്. അവളുടെ കണ്ണെഴുതി കഴിയുമ്പോഴത്തേന് തന്നെ നമ്മളൊരു പരിവാകും. കണ്ണെഴുതണേ ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ അത് ഉറക്കം വന്നതുകൊണ്ടാട്ടോ ഒതുങ്ങി കിടക്കണേ. കണ്ണിങ്ങനെ വന്ന് വീഴുകയാണ്. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവൾ ഉറങ്ങി. അവളെയൊക്കെ തൊട്ടിയിൽ കിടത്തി. അങ്ങനെ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. നേരങ്ങത്തിലൊന്ന് വൃത്തിയിലൊക്കെ ഇട്ട് കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് നേരാക്കിട്ടോ. അങ്ങനെ വാതിലൊക്കെ അടച്ച് പോന്നിക്കണു. ഉറങ്ങോ എത്ര നേരം കിടക്കുന്നൊന്നും ഉറപ്പില്ല. അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും വേഗം കുറച്ച് പാത്രങ്ങൾ രാവിലെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. എന്നാൽ തന്നെ നമ്മളെ സമാധാനമായി. അപ്പോൾ മീനുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെമ്പല്ലി അല്ല കേട്ടോ. എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ. പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ചെമ്പല്ലിയുടെ അതേപോലെ കേട്ടോ. കണ്ടാൽ തൊലി ചീന്തുന്ന മീനാട്ടോ. അപ്പോൾ തൊലി ചീന്തിയിട്ടാട്ടോ കാക്കു കൊടുന്നത്. അപ്പോൾ മീൻ എന്താണെന്ന് ഞാൻ കണ്ടതുമില്ല. അവരെന്തോ ഒരു പേര് പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല. നല്ല മീനാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മീൻ വെള്ളത്തിലിട്ടു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. അങ്ങനെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിട്ടോ. മഴ കാരണം മുറ്റടിക്കാനൊന്നും ഇറങ്ങാനേ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ഒന്ന് മുറ്റടിച്ചാൽ വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അടുക്കള ഭാഗത്തും തോനെ മുറ്റൊന്നുമില്ല, കുറച്ചുള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ തൊടുവാണ്. അങ്ങനെ കാട് പിടിച്ച പോലെയാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും അടിച്ചു വരാൻ പോവാറില്ല. കുറച്ച് സ്ഥലമുള്ളൂ മുറ്റായിട്ട്. അപ്പോൾ അവിടെ എന്തായാലും അടിച്ചു വാരിയിടും കേട്ടോ. അപ്പോൾ മഴ ഇല്ലാത്തുമ്പോഴേ അടിച്ചു വാരാനൊക്കെ ഇറങ്ങാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ പുറത്തേക്കേ ഇറങ്ങാൻ തോന്നൂല. അങ്ങനെ അപ്പോൾ അതൊക്കെ വേഗം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു കേട്ടോ. മക്കൾ രണ്ടാളും ഞാൻ എങ്ങടാ പോണു അങ്ങടെ അവിടെ ഓലും ഉണ്ടാവും. ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ അവരവിടെ വന്നിരിക്കുക കേട്ടോ. അടുക്കള വാതിൽ തുറന്നിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് രണ്ടാളും കൂടെ. അങ്ങനെ അവരവിടെ ഞാനെവിടെ പണിയെടുക്കുന്നു വെച്ചാൽ അവിടെ ഉണ്ടാവും അവർ. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ആ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചതാട്ടോ. മുറ്റടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ക്ഷീണിച്ചു. മുറ്റടി ഈ ഫ്രണ്ടും അടുക്കള ഭാഗവും അടിച്ചു വാരിയിട്ടു. മറ്റേത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മുറ്റടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മീനിക്കുള്ള ഉള്ളി പൊളിക്കുക കേട്ടോ. അപ്പോൾ ഞാനെപ്പോൾ ഉള്ളി തൊലിക്കാനെടുത്താലും കുറച്ചധികം എടുക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇനി മീൻ കൊണ്ടുവരുമ്പോഴും എടുക്കാമല്ലോ വിചാരിച്ചിട്ട് എപ്പോഴും ഉള്ളി തൊലിക്കാനൊന്നും ചിലപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറ് ഉള്ളി കുറച്ചധികം തൊലിച്ച് വെക്കും കേട്ടോ. ചതച്ച് വെക്കാറില്ല. ഇനിയിപ്പോൾ അഥവാ ചതച്ച് വെച്ചാലും ഇതുപോലെ കുറച്ച് ബാലൻസ് വന്നാലും ഞാൻ എന്ത് ചെയ്യിച്ചിട്ടാ 2 ദിവസം ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ. അതിലധികമൊന്നും വെക്കൂല. കാരണം ചതച്ച് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് മാറുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ വെക്കാറില്ല കേട്ടോ. തൊലിച്ച് വെക്കാറുണ്ട്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ തൊലിച്ച് വെക്കും. ഉള്ളികളൊക്കെ തൊലിച്ച് റെഡിയാക്കി വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് എടുത്ത് ചതച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചധികം ഞാൻ തൊലിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അത് ചതച്ചത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അവിടെ വെക്കാൻ വിചാരിച്ചിട്ടു. ചില സമയത്തൊക്കെ കാക്കു രാത്രിയൊക്കെ മീൻ കൊണ്ടുവരിക, 7 മണിക്കൊക്കെ മീനായിട്ട് വരിക. അപ്പോൾ ആ സമയത്ത് ഉള്ളി പൊളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മടി പിടിക്കുന്ന ഒരു സമയമല്ലേ. ആ സമയത്തപ്പോൾ ഉള്ളി തൊലിക്കാനും ചതക്കാനും എന്നുള്ളൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ, തോന്നൂല ഒന്നിനും. അപ്പോൾ എന്തായാലും തൊലിച്ച് വെച്ചാൽ പിന്നെ ചതച്ചാൽ മതിയല്ലോ, അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യാറ്. അപ്പോൾ എന്തായാലും അതൊക്കെ ചതച്ച് ഫ്രിഡ്ജിക്ക് വെച്ചു, മീൻ മസാല തിരുമ്പി ഫ്രിഡ്ജിക്ക് വെച്ചു. അങ്ങനെ മോൾ എണീക്കുമ്പോഴത്തേന് വേഗം അടിച്ചു വാരാൻ വിചാരിച്ചിട്ട് അടിച്ചു വാരാൻ പോവാം കേട്ടോ. അപ്പോൾ അവൾ കാലൊക്കെ പുറത്തേക്ക് ഇടലോടെ ഇരിക്കും, എണീറ്റിട്ടൊന്നുമില്ല, കാലിട്ടിട്ട് ഇങ്ങനെ കളിക്കും. അങ്ങനെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടപ്പോഴാണോന്ന് അറിയില്ല, ഉണരുകയാണോ എന്നും അറിയില്ല. അങ്ങനെ കാലൊക്കെ ഇട്ട് കിടക്കട്ടെ ഞാൻ വന്നപ്പോൾ. അപ്പോൾ അവളിപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്, തൊട്ടി കടത്തി കഴിഞ്ഞാൽ കാല് പുറത്തേക്ക് ഇടും. പിന്നെ തൊട്ടി ഞാൻ ഹൈറ്റിൽ കെട്ടാറില്ല, താഴത്തേക്കേ കെട്ടുള്ളൂ. അപ്പോൾ പിന്നെ അവൾക്ക് നല്ലോണം കാല് നിലത്ത് തട്ടുകയും ചെയ്യും. വീണാലും വലിയ രീതിക്കൊന്നും പറ്റുമൊന്നുമില്ല. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കും കേട്ടോ. ഞാൻ അടുക്കളയിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് വന്ന് നോക്കുകയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അങ്ങനെ അവൾ പിന്നെ എണീറ്റു കേട്ടോ, പാത്തു എണീറ്റിക്കണു. അവൾ ഉറങ്ങൂല, അവൾ കുറച്ച് സമയം ഉറങ്ങുള്ളൂ. വല്ല സ്വിച്ച് ഇടുന്ന സൗണ്ട് കേട്ടാൽ പോലും അവൾ എണീക്കും. അങ്ങനെ അവൾ എണീറ്റ് കുറച്ച് നേരം അവളൊക്കെ ആയിട്ടൊന്ന് കളിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഉറങ്ങൂല അവൾ ഫസ്റ്റൊക്കെ നല്ല ഉറങ്ങിയിരുന്നു, അപ്പോൾ അങ്ങനെ ഉറക്കമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം ഉച്ചക്കൽക്കുള്ള മീൻ പൊരിച്ചാൽ വിചാരിച്ചിട്ട് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. മീൻ പൊരിയും കറിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരുവിധമുള്ള പണികളൊക്കെ തീർന്ന പോലെ തന്നെ ആവും. അങ്ങനെ എന്തായാലും മീൻ പൊരിക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു. പിന്നെ ഇന്ന് കറിക്ക് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കറി ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ കറി ആരും കൂട്ടൂല. എൻ്റെ കുട്ടികൾ കറി തീരെ പാരൂല, സാനു സീനൊന്നും കറി പാരൂല. അവർക്കൊക്കെ വെറും എണ്ണയും ഉപ്പിൻ്റെ ആൾക്കാരാണ് അവർ. അപ്പോൾ പിന്നെ എനിക്ക് മാത്രം, കാക്കും കറി ഒഴിക്കൂല. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് മാത്രമായിട്ട് അങ്ങനെ വെക്കാറില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ എനിക്ക് കറി കൂട്ടണം തോന്നുമ്പോൾ ഉണ്ടാക്കും എന്നല്ലാതെ അങ്ങനെ വെക്കാറില്ല. അങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 4 മണിയായപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. 3 മണിയായപ്പോൾ തന്നെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിക്കാനുള്ള പരിപാടിയിലാട്ടോ. എപ്പോഴും ചായക്ക് ഈ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും എണ്ണക്കടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കാക്കു കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പഴംപൊരി സമൂസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ അധികമൊന്നും ഉണ്ടാക്കാറില്ല, എനിക്ക് അതിന് സമയം കിട്ടാറില്ല. അപ്പോൾ മോളും കൂടെ ആയപ്പോൾ തീരെ സമയമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇടയ്ക്കൊക്കെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ പഴംപൊരിയോ അങ്ങനെ ഉള്ളിവട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിക്കും ഞാൻ ഉണ്ടാക്കിയിട്ട്. എപ്പോഴും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലേ കഴിക്കണേ, അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് കടി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കട്ടെ ഞങ്ങൾ ഇരുന്നിട്ട്. ലൈറ്റ് ഇട്ടിട്ടും വീടിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചമില്ല കേട്ടോ. അത് വേറൊന്നുമല്ല, മഴക്കാറ് മൂടിയിട്ടേ പുറത്ത് ഭയങ്കര ഇരുട്ട് മൂടിയിരിക്കുക. അപ്പോൾ പിന്നെ ആ ഒരു ഇത് ഉള്ളിൽക്കുണ്ട്, നല്ല ഇരുട്ട് മൂടിയ പോലെ കേട്ടോ ഉള്ളിലൊക്കെ. പിന്നെ വാതിൽ തുറന്നിടുകയാണെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ മോള് വാതിൽ തുറന്നാൽ അവൾ പോവും. വാതിൽ തുറന്നത് കണ്ട് കഴിഞ്ഞാൽ അവൾ പോവും, മുട്ടുകുത്തി അവിടെ പോയിരിക്കും. പിന്നെ അങ്ങോട്ട് വീഴും. അവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട്, അപ്പോൾ അവിടുന്ന് വീഴും. അപ്പോൾ ഞാൻ അങ്ങനെ വാതിലുകളൊന്നും തുറക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.